12 പേർ മത്സരിച്ച ഹൈസ്കൂൾ വിഭാഗം അഷ്ടപദിയിൽ മുഹമ്മദ് അഫ്ലഹ് ഒന്നാമത്. TCV സ്പെഷ്യൽ സ്റ്റോറി. തവ തിഷ്ഠതി പൃഷ്ഠേ ക്ഷിതിരതി വിപുലതരേ തവ തിഷ്ഠതി പൃഷ്ഠേ. അരീക്കര ഇല്ലത്തെ ദേവിക റാണി നമ്പൂതിരി പഠിപ്പിച്ചു. കൊടക്കുഴി വീട്ടിൽ അബ്ദുൽ സലീമിന്റെയും സൽമയുടെയും മകൻ മുഹമ്മദ് അഫ്ലഹ് അഷ്ടപദിയിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കും. മച്ചാട് GHSS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അഫ്ലഹ് കുട്ടിക്കാലം മുതൽ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ നന്നായി പാടും. പിന്നെ ഞാൻ LKG തൊട്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നതാണ്. പിന്നെ അഷ്ടപദിയിലൂടെയാണ് എനിക്ക് സംസ്ഥാനത്തിലേക്ക് കയറാനുള്ളൊരു അവസരം കിട്ടിയത്. 10 മിനിറ്റായിരുന്നു അഷ്ടപതി ആലപിക്കാനുള്ള സമയം. പ്രളയപയോധിജലെ ധൃതവാനസിവേദം എന്ന ജയദേവ കീർത്തനമാണ് മുഹമ്മദ് അഫ്ലഹ് ആലപിച്ചത്. ദശാവതാര വർണ്ണനയിൽ തുടക്കം. 12 പേർ മത്സരിച്ച അഷ്ടപതിയിൽ കൃഷ്ണഗീതി നിറഞ്ഞൊഴുകിയപ്പോൾ ഒന്നാം സമ്മാനം ഈ മിടുക്കനിലേക്ക്. സൂകരൂപ ജയ ജഗദീശ ഹരേ. ഗായികയും എഴുത്തുകാരിയുമായ മച്ചാട് തെക്കുംകര അരീക്കര ഇല്ലത്തെ ദേവിക റാണി നമ്പൂതിരിയുടെ കീഴിലാണ് മുഹമ്മദ് അഫ്ലഹ് അഷ്ടപതി പഠിച്ചത്. ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് ഒരു രാഗഭാവം നന്നായി വരുന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അഷ്ടപതിയിലേക്ക് കൂടെ ശ്രദ്ധ ധരിച്ചതാണ്. അഷ്ടപതി അങ്ങനെയാണ് ആ സ്റ്റേറ്റ് ലെവലിലേക്ക് എത്താൻ സാധിച്ചത്. വളരെ അപൂർവമായാണ് മുസ്ലിം സമുദായത്തിലുള്ളവർ അഷ്ടപതി പഠിക്കുകയും പാടുകയും പതിവുള്ളൂ. ആദ്യമായി പങ്കെടുത്ത അഷ്ടപതിയിൽ തന്നെ ഒന്നാമനായതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് അഫ്ലഹ്. പ്രളയപയോധിജലേ ധൃതവാനസിവേദം. മുഹമ്മദ് അഫ്ലഹിനെ പഠിപ്പിച്ചത് ദേവിക റാണി നമ്പൂതിരി. ഈ കലോത്സവത്തിലെ ഏറ്റവും നന്മയുള്ള ഒരു ഒന്നാം സമ്മാനമായാണ് ഇതിനെ കാണുന്നത്. കലയ്ക്ക് മുന്നിൽ മതമില്ല. കല എന്താവണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ അഷ്ടപതി ഗാന ആലാപനവും പഠനവും ഒന്നാം സമ്മാനവും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. കേശവാധൃത കച്ചപരൂപ ജയ ജഗദീശ ഹരേ.